ഞാനിന്ന് ഉണ്ടാക്കുന്നത് കടുമാങ്ങ അച്ചാറാണ്. ആർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ അച്ചാർ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ അതിനു വേണ്ടി ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് കണ്ണിമാങ്ങയാണ്. ഇതിന് ഞങ്ങളുടെ നാട്ടിൽ പുളിയമാങ്ങ എന്ന് പറയും. ഈ പുളിയമാങ്ങ എൻ്റെ കയ്യിൽ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് വലിയ പുളിയമാങ്ങയും കൂടി ഇതിൻ്റെ കൂടെ എടുക്കുന്നുണ്ട്. ഇതും നല്ല പുളിയുള്ള മാങ്ങ തന്നെയാണ്. ഇത് രണ്ടും കൂടി ഏകദേശം 750 ഗ്രാം ഉണ്ട്, അതായത് 3/4 കിലോഗ്രാം. ഈ 3/4 കിലോ മാങ്ങയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിതിൽ പറയുന്നത്. നമുക്ക് ആദ്യം തന്നെ ഈ മാങ്ങ നന്നായിട്ട് തൊലി കളഞ്ഞെടുക്കാം. മാങ്ങ മുഴുവൻ ഞാനിവിടെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാനിതിപ്പോൾ കട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ചൊരു ഷേപ്പൊന്നും ഇല്ലാതെ തോന്നിയ പോലെയാണ്. എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. മാങ്ങ മുഴുവൻ ഞാനിതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി ഈ ഉപ്പും മാങ്ങയും കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. കൈകൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മി മാങ്ങയും ഉപ്പും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു ദിവസം ഇതുപോലെ വെക്കാം. ഒരു ദിവസത്തിന് ശേഷം നമുക്ക് അച്ചാർ ഉണ്ടാക്കാം. ഒരു 2-3 ദിവസമൊക്കെ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. ഞാനിതിപ്പോൾ ഒരു ദിവസമേ വെക്കുന്നുള്ളൂ. ഇതിപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ മാങ്ങ തുറന്ന് നോക്കാം. മാങ്ങയും ഉപ്പും കൂടി നന്നായിട്ട് മിക്സായി മാങ്ങ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. മാങ്ങയിൽ നിന്നും കുറച്ച് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയാണ്. നമുക്കിനി അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം, അതായത് നല്ലെണ്ണ. നാല് ടേബിൾ സ്പൂൺ എണ്ണയാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഇനി എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിൽ നിന്നും 2 ടേബിൾ സ്പൂൺ എണ്ണ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ മാറ്റി വെക്കുന്ന 2 ടേബിൾ സ്പൂൺ എണ്ണ നമ്മൾ അച്ചാറുണ്ടാക്കി കുപ്പിയിലാക്കി വെക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ചൂടായ ബാക്കി 2 ടേബിൾ സ്പൂൺ എണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് അല്പം കറിവേപ്പില ചേർക്കാം. എന്നിട്ട് കറിവേപ്പിലയും കടുകും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 3-4 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതും കൂടി ചേർക്കാം. ഒരു 14-15 അല്ലിയോളം വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർക്കാം. വെളുത്തുള്ളി നല്ലോണം ചേർത്താൽ നല്ല ടേസ്റ്റാണ്. പിന്നെ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് അത് അല്പം ചേർത്താൽ മതി. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരുന്നത് വരെ വഴറ്റുക. അതിനുശേഷം ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഈ മുളക് പൊടി ചേർക്കുന്ന സമയത്ത് ഇതിൻ്റെ തീ നല്ലോണം കുറച്ച് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് ചെറിയ തീയിൽ വെച്ച് വഴറ്റിയെടുക്കാം. മുളക് പൊടി കരിഞ്ഞു പോകാൻ പാടില്ല. തീ നല്ലോണം കുറച്ചിട്ട് മാത്രമേ മുളക് പൊടി ചേർക്കാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് നല്ല തിളക്കുന്ന വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ഇതിലേക്ക് 1-2 നുള്ള് അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ചെറുതായിട്ട് തിളച്ച് ഇതൊന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് ഇതുപോലെ വഴറ്റിയെടുക്കാം. അച്ചാർ ഇവിടെ നന്നായിട്ട് തിളച്ച് അല്പം കുറുകി വന്നിട്ടുണ്ട്. നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. അടുപ്പത്തുനിന്ന് മാറ്റിക്കഴിഞ്ഞും കുറച്ച് സമയം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ അടിഭാഗം കരിഞ്ഞു പോകും. അതിനുശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും 1/4 ടീസ്പൂൺ കായം പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് വറുത്ത് പൊടിച്ചത് ചേർക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാക്കി മിക്സിയിലൊന്ന് പൊടിച്ചെടുത്ത കടുകാണ്. ഇതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മാങ്ങ ചേർക്കാം. മാങ്ങ അതിൻ്റെ നീരോട് കൂടി തന്നെ ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മാങ്ങയും കൂടി ചേർത്ത് കഴിയുമ്പോൾ തന്നെ ഈ അച്ചാർ നന്നായിട്ട് തണുത്തിട്ടുണ്ടാവും.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വൈറ്റ് വിനെഗർ ചേർക്കാം, അതായത് സിർക്ക. സിർക്ക ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, കാരണം പുളിക്ക് വേണ്ടിയിട്ട് ഇതിൽ സിർക്ക ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് അച്ചാറിന് നല്ല പുളിയുണ്ടാവും. പക്ഷേ 1-2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കുകയാണെങ്കിൽ ഈ മാങ്ങ അച്ചാർ കൂടുതൽ നാൾ കേടാവാതെ ഇരുന്നോളും. അതുപോലെ ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിനിപ്പോൾ പാകത്തിനുള്ള ഉപ്പുണ്ട്. നമുക്ക് ഈ അച്ചാറിനെ അടച്ചു വെച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഗ്ലാസ് ജാറിലേക്ക് മാറ്റാം. ഈ അച്ചാർ ഞാനൊരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റാൻ പോവുകയാണ്. നമ്മൾ അച്ചാറിട്ട് വെക്കുന്ന ജാർ എപ്പോഴും നല്ല തിളക്കുന്ന വെള്ളത്തിൽ കഴുകിയതിന് ശേഷം വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം. അച്ചാർ മുഴുവനായിട്ട് ഈ ഗ്ലാസ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പ്ലാസ്റ്റിക് ജാറിലൊന്നും അച്ചാർ ഒരിക്കലും സൂക്ഷിച്ചു വെക്കരുത്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഇവിടെ നന്നായി തണുത്തിട്ടുണ്ട്. ഈ എണ്ണ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അച്ചാറിൻ്റെ മുകളിൽ ഇതുപോലെ നല്ലെണ്ണ ഒഴിച്ചു വെക്കുകയാണെങ്കിലും അച്ചാർ കൂടുതൽ നാൾ കേടാവാതെ ഇരുന്നോളും. അതിന് വേണ്ടിയിട്ടാണ്. മാത്രമല്ല നല്ലെണ്ണയുടെ ഒരു നല്ല മണവും കൂടി നമുക്ക് കിട്ടും. എണ്ണ മുഴുവനായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അച്ചാറിൻ്റെ മൂടിയിട്ട് സൂക്ഷിച്ച് വെക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടുമാങ്ങ അച്ചാർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക. താങ്ക്